പവർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് അമേരിക്കയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയും സുവിശേഷ പ്രവർത്തനത്തിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ത്രിപുര സ്റ്റേറ്റിൻ്റെ പ്രസിഡൻറ്റും യുവജന സംഘാടകനുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ജോർജ് മാത്യു അവറുകളാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. IPC ത്രിപുര സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി അങ്ങ് സേവനമനുഷ്ഠിക്കുകയാണല്ലോ. ഇന്ത്യയിൽ ധാരാളം സ്റ്റേറ്റുകളുണ്ട്, പക്ഷേ ത്രിപുരയിലേക്ക് മാത്രം അങ്ങ് പോകാനുള്ള കാരണം എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വിവരിക്കാം. ഞാൻ ഇന്ത്യയുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ചർച്ചിൻ്റെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളിൽ ഇന്ത്യയെ ഓർത്തും ഇന്ത്യയുടെ സ്റ്റേറ്റുകളിലെ ഓർത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദൈവിക ശബ്ദം കേൾക്കുകയുണ്ടായി. ഇതുവരെയും കടന്നു വന്നിട്ടില്ലാത്ത സ്റ്റേറ്റ്, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്റ്റേറ്റുകളിൽ എവിടെ കടന്നു ചെല്ലുവാൻ വേണ്ടി. അതിനനുസരിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ത്രിപുര സുവിശേഷം ഒട്ടും തന്നെ കടന്നു വന്നിട്ടില്ലാത്തൊരു സ്റ്റേറ്റായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ത്രിപുരയിലേക്ക് ഞാൻ തന്നെ കടന്നുപോയി. എന്നെ അവിടെ സ്വീകരിക്കുവാൻ ആരുമില്ലായിരുന്നു, എനിക്കാരെയും പരിചയമില്ലായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതമായിട്ട് വഴി തുറന്നു. അവിടെ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ 19 ഗോത്രവർഗ്ഗക്കാരും ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന അഭയാർത്ഥികളായിട്ടുള്ള വ്യക്തികളുമാണുള്ളത്. അവരുടെ ഭാഷയിൽ ബൈബിളില്ല. അവരുടെ ജീവിത സൗകര്യങ്ങൾ പരിമിതമാണ്. അവർക്ക് വേണ്ടത്ര വൈദ്യുതിയും വെള്ളമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ സുവിശേഷ താല്പര്യം ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ വർഷവും അവിടെ കടന്നു പോകാനും കൺവെൻഷൻ നടത്തുവാനും സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 25 സ്ഥലങ്ങളിലോളം ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ത്രിപുരയിലെ അവരുടെ ജാതികൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ അതൊക്കെ തടസ്സമായിട്ടുണ്ടോ? ഭാഷ, മറ്റു കാര്യങ്ങളൊക്കെ? അവിടുത്തെയുള്ള വെല്ലുവിളികൾ ഒന്ന് ഭാഷയാണ്. ഈ ഓരോ ഗോത്രവർഗ്ഗക്കാർക്കും ട്രൈബ്സിനും അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്. ഈ ഭാഷ സംസാരിക്കാൻ പുറത്തുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. അത് മാത്രമല്ല, അവർ മംഗോൾ വർഗത്തിൽപ്പെട്ട ചൈനീസ് ലുക്കുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ കടന്നു ചെന്നാൽ അവരെ സ്വീകരിക്കുവാനോ അവരോട് താതാത്മ്യം പ്രാപിപ്പാനോ അത്ര എളുപ്പമല്ല. അതുമാത്രമല്ല, ഗോത്രങ്ങൾ തമ്മിലും തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും സുവിശേഷ പ്രവർത്തന വെല്ലുവിളികൾ ആണ്. ഓക്കെ, സാറിൻ്റെ റാന്നിയാണ് അങ്ങയുടെ സ്വദേശം. റാന്നിയിലെ ആദ്യ കുടുംബമായി പെന്തക്കോസ് ഭാഗത്തേക്ക് അങ്ങയുടെ കുടുംബം വന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? റാന്നിയിൽ മുള്ളൻകടൽ കുടുംബത്തിലാണ് എൻ്റെ പിതാവ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ചെറുപ്രായത്തിൽ തന്നെ സത്യസുവിശേഷത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. കുക്കു സാഹിബും പാസ്റ്റർ കെ എബ്രഹാമും റാന്നിയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അദ്ദേഹം ആ സുവിശേഷം കേൾക്കുകയും ആ സത്യത്തിലേക്ക് തിരികെയാണ് ഉണ്ടായത്. താൻ നിന്നിരുന്ന സമൂഹത്തിൽ നിന്ന് വേറിഞ്ഞ് ഈ സുവിശേഷത്തെ അനുസരിച്ച് വന്നതിൻ്റെ ഫലമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും ദൈവം തന്നെ സഹായിച്ചു. ഇപ്പോൾ തനിക്ക് 95 വയസ്സ് പ്രായമുണ്ട്. താൻ റാന്നിയിൽ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുവാൻ ദൈവം എനിക്കിടയാക്കി. സാറിൻ്റെ ബാല്യകാല ജീവിതം എങ്ങനെയായിരുന്നു? പഠനം ഒക്കെ ഒന്ന് വിവരിക്കാം. റാന്നി നെല്ലിക്കമണ്ണിലാണ് ഞാൻ ജനിച്ചത്. ബാല്യത്തിൽ ഞാൻ റാന്നി നെല്ലിക്കമണ്ണ് IPC സഭയുടെ അംഗമാണ്. ചെറുപ്രായത്തിൽ ആ സഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുവാനിടയായി തീർന്നു. അവിടെയുള്ള POIPയിലും സെൻട്രൽ സ്കൂളിലൊക്കെയും ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതെൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെയധികം പ്രയോജനമായിരുന്നു. അവിടെ അന്നുണ്ടായിരുന്ന പാസ്റ്റർമാരായ പാസ്റ്റർ MV ചാക്കോ മുണ്ടിപ്പള്ളി, പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് മുതലായവർ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെയും പ്രയർ ഗ്രൂപ്പുകൾ പങ്കെടുക്കുവാനും അതിൽ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ KC തോമസ് മുതലായവരോടൊത്ത് ആ നാളുകളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്കൂളിലാണ് സാർ പഠിച്ചത്? ഞാൻ പഠിച്ചത് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂൾ കരിമ്പിലാവിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം റാന്നി സെൻറ് തോമസ് കോളേജിൽ BSc പഠിക്കാനിടയായി തീർന്നു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ നോർത്ത് ഇന്ത്യയിൽ വിക്രം യൂണിവേഴ്സിറ്റിയിലാണ്. PhD കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. എന്തായിരുന്നു സാറിൻ്റെ ഗവേഷണ പഠനം?
ഗവേഷണ പഠനം പോളിമേഴ്സിനെ പറ്റിയാണ്. പോളിമേഴ്സ് പ്രത്യേകിച്ച് റബ്ബർ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന ആക്സലറേറ്റേഴ്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ പറ്റിയാണ് പഠിച്ചത്. ആക്സലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ റബ്ബർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ടൈം കുറയ്ക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആക്സലറേറ്റേഴ്സ്. ഞാൻ സ്വന്തമായിട്ടൊരു ആക്സലറേറ്റർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഏകദേശം 20 പേപ്പറോളം പബ്ലിഷ് ചെയ്യുവാനും കാനഡയിലും മറ്റ് പല രാജ്യങ്ങളിലുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുത്ത് പേപ്പർ പ്രസൻറ്റ് ചെയ്യാനും ഇടയായിട്ടുണ്ട്. സാറ് SP കോളേജിലെ അധ്യാപകനായിരുന്നുണ്ട്. എത്ര വർഷം അവിടെ അധ്യാപകനായി? ആ കോളേജ് അധ്യാപന കാലങ്ങളിൽ സാറിനെ സ്മരണീയമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വിവരിക്കാമോ? അതുപോലെ തന്നെ സാറ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിവരിക്കാം. ഞാൻ 1980 SP കോളേജിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചത്. കേരളത്തിലേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ. കേരളത്തിലെ അന്ന് കോളേജ് അധ്യാപകർക്ക് കോളേജിൽ സെലക്ഷൻ കിട്ടുക വളരെ വിഷമമായിരുന്നു. എന്നാൽ SP കോളേജ് മാനേജ്മെൻറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ കഴിവുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ രീതിയിൽ ഇൻ്റർവ്യൂ വഴി എനിക്ക് അവിടെ ജോലി ലഭിക്കാനിടയായി തീർന്നു. മറ്റ് യാതൊരു സ്വാധീനവും ഇല്ലാതെ തന്നെ ജോലി ലഭിക്കാനിടയായി തീർന്നു. ആ കോളേജിൽ ജോലി ചെയ്ത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കാരണം കോളേജ് പ്രിൻസിപ്പൽമാരായിരുന്ന അച്ഛന്മാരുടെ ആ ജീവിതം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ കോളേജിൽ പല ആത്മീയ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്തും പ്രവർത്തിപ്പാനിടയായി തീർന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗൈഡ് എന്നുള്ള നിലയ്ക്ക് 2 പേരുടെ PhDക്ക് വേണ്ടി അവരുടെ മേൽനോട്ടം വഹിക്കാനും അവർക്ക് PhD എടുക്കുവാനും എൻ്റെ കയ്യിൽ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 2 ബുക്കുകൾ എഴുതാനിടയായി തീർന്നിട്ടുണ്ട്. ആ ബുക്കുകൾ ഒന്ന് കേരളം മുതൽ ത്രിപുര വരെ, രണ്ടാമത്തെ ബുക്ക് സക്സസ് ഈസ് യുവർ ഇൻഹെറിറ്റൻസ്. ഈ 2 ബുക്കുകൾ എഴുതാൻ എന്താണ് ഇതിൻ്റെ കണ്ടന്റ്? സക്സസ് ഈസ് യുവർ ഇൻഹെറിറ്റൻസ് എന്നുള്ള ബുക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു യുവാവിനെ അവൻ്റെ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും. അവൻ അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ സാധിക്കും. അതിനുള്ള വഴികളെ പറ്റിയുള്ള അത് ഒരു ആത്മീയമായ പശ്ചാത്തലത്തിൽ എങ്ങനെ ജീവിത വിജയം കൈവരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കേരളം മുതൽ ത്രിപുര വരെ എന്നുള്ള ഈ പുസ്തകത്തിൽ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഞാൻ ആത്മീയ രംഗത്തേക്ക് വന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജീവചരിത്രമാണോ? അത് ചരിത്രത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ജീവിതത്തിലെ എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സന്ദേശം, ഒരു മിഷൻ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. SP കോളേജിലെ അധ്യാപനത്തിന് ശേഷം അമേരിക്കയിലാണല്ലോ. അമേരിക്കയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയും സുവിശേഷ പ്രവർത്തനവുമായിരിക്കുന്നല്ലോ. അമേരിക്കയിലെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവും ഇന്ത്യയിലെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം. അമേരിക്കയിൽ വിദ്യാഭ്യാസം പറഞ്ഞാൽ കൂടുതലും പ്രാക്ടിക്കലായിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസമാണ്. അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പേരൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ വേണ്ടി അവരേതെങ്കിലും തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നേടും. അത് മാത്രമല്ല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാ ട്രേഡ്സിലും അവർക്ക് പരിശീലനം ലഭിച്ചിരിക്കും. തൊഴിൽ ചെയ്യുന്നതിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരെന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്തും ആ രീതിയിൽ പൈസ ഉണ്ടാക്കും. എന്നാൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കോഴ്സുകൾ വളരെ കുറവാണ്. എന്നാൽ ഈ നാളുകളിൽ കുറച്ചൊക്കെ വരുന്നുണ്ട്, എന്നാൽ കഴിവതും കുറവാണ്. അത് മാത്രമല്ല കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ ആയിട്ടില്ല. അവർക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. എന്നാൽ അത് ഉപയോഗിക്കുകയും വളരുകയും ചെയ്യുവാൻ അവർ തയ്യാറാകണം. അത് മാത്രമല്ല പാഠപുസ്തകങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാത്രം വിജയിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. അതിനൊരു മാറ്റം പറഞ്ഞു. ഇത് കൂടുതലും ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിക്കുവാൻ തയ്യാറാണ്. സാറ് ഒരു ശുശ്രൂഷകൻ കൂടിയാണല്ലോ, IPCയുടെ ശുശ്രൂഷകൻ കൂടി ആയിരിക്കുമ്പോൾ തന്നെ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ആത്മീയ ജീവിതം അമേരിക്കയിലെ കുട്ടികളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? അമേരിക്കയിലും ഇവിടെയും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ രംഗത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1980 ഞാനും കൂടി ആരംഭിച്ചാണ് ICPF എന്നുള്ള പ്രസ്ഥാനം. അതിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കലാലയങ്ങളിലൊക്കെയും കിടന്നു ചെന്ന് കുട്ടികളോട് സുവിശേഷം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. SB കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി പ്രെയർ ഗ്രൂപ്പ് നടത്തുവാനും ഇടയായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായാലും കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം
അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവരെ ആത്മീയമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അത് പല കുട്ടികൾക്കും പ്രയോജനമായി തീർന്നുവെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ സാറ് യുവജന സംഘാടകനായിരുന്നല്ലോ. അപ്പോൾ യുവജന സംഘാടകനായപ്പോൾ തന്നെ ഇവിടെ IPCD ആയി മറ്റ് നിലകളിൽ എന്തെല്ലാം പൊസിഷൻ സാർ വഹിച്ചിട്ടുണ്ട്? ഞാൻ പ്രധാനമായിട്ട് IPC-യുമായിട്ടുള്ള ബന്ധത്തിൽ POIP-യുടെ ചുമതലകളാണ് വഹിച്ചിട്ടുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ POIP-യിൽ ബന്ധപ്പെടുവാനിടയായി തീർന്നു. ഞാൻ റാന്നി സെൻറ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1974 മുതൽ 76 വരെ POIP-യുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ട് അന്ന് പ്രവർത്തിപ്പാനിടയായിട്ടുണ്ട്. അതിനുശേഷം 84 മുതലുള്ള കാലഘട്ടങ്ങളിൽ 92 വരെയുള്ള കാലഘട്ടങ്ങളിൽ POIP-യുടെ പബ്ലിസിറ്റി കൺവീനർ, ട്രഷറർ, ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം 95-ലാണെന്ന് തോന്നുന്നു ഞാൻ POIP-യുടെ ജനറൽ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാനിടയായി തീർന്നു. അതുപോലെ തന്നെ IPC-യോട് ബന്ധത്തിൽ കേരള സ്റ്റേറ്റ് കൗൺസിലിലും ജനറൽ കൗൺസിലും മെമ്പറായിട്ട് പല ടൈം വർക്ക് ചെയ്യാൻ ദൈവമിടയാക്കിയിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഈ ഇന്ത്യയിലെ യുവജന പ്രവർത്തന ലീഡർഷിപ്പിൽ വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു സാറിൻ്റെ ആക്ടിവിറ്റീസ്? യുവജനങ്ങളോട് എങ്ങനെയാണ് അവരുടെ ആത്മീയ ജീവിതത്തിൽ സാർ ഉത്തേജനം കൊടുത്തുകൊണ്ടിരുന്നത്? POIP-യോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ചില നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു സുവിശേഷ യാത്ര നടത്തിയത് എൻ്റെ ജീവിതത്തിൽ വളരെ അവിസ്മരണമാണ്. അത് ഒരു ടീമായിട്ട് ഞങ്ങൾ POIP-യുടെ പ്രവർത്തകർ ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പാസ്റ്റർ KC തോമസിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാനും പാസ്റ്റർ KC തോമസും കൂടി നേതൃത്വം കൊടുക്കുന്ന ആ ടീം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് കാസർഗോഡ് വരെ അനേക സ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങളും രാത്രി യോഗങ്ങളും നടത്തുകയും ട്രാക്റ്റുകളും ബൈബിളും ഒക്കെയും വിതരണം ചെയ്യുന്നതിനിടയായിട്ടുണ്ട്. പിന്നീട് POIP-യുടെ അന്ന് ഞാൻ ചുമതലയിലിരുന്ന പല ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ വെണ്ണിക്കുളം ബദനി അക്കാഡമിയിൽ വെച്ച് നടന്ന ക്യാമ്പ്, അന്ന് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടന്ന ക്യാമ്പ് വളരെ അവിസ്മരണീയമാണ്. അനേക യുവാക്കന്മാർ കടന്നു വന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം കാണുകയുണ്ടായി. പിന്നീട് അതുപോലെ POIP-യിൽ അർഹിക്കുന്നതായ അനേക കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. ഭവനദാന പദ്ധതി POIP-യിൽ ആരംഭിച്ച ആ കാലഘട്ടത്തിലാണ്. ഏകദേശം 50 ഭവനങ്ങളോളം POIP-യിൽ അന്ന് POIP-യുടെ ആഭിമുഖ്യത്തിൽ അന്ന് പല ഡിസ്ട്രിക്റ്റുകളിൽ വെച്ചു കൊടുക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള ടീം കൂടെ ഉൾപ്പെട്ടതാണ്. സഭയുടെ പ്രവർത്തനങ്ങളും ഈ സ്കൂൾ ജീവിതവും അല്ലെങ്കിൽ അധ്യാപന ജീവിതവും തമ്മിൽ എങ്ങനെയാണ് സാർ ഒരുപോലെ കൊണ്ടുപോകുന്നത്? അതൊരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തു. കാരണം ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അധ്യാപനം നിർവഹിച്ചതിന് ശേഷം ഈവനിങ് ടൈമിൽ ആണ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉള്ള ആത്മീയ പ്രവർത്തനങ്ങളിലും ശനിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും സമയം കണ്ടെത്തി മീറ്റിങ്ങുകളിൽ പോയി മീറ്റിങ്ങുകൾ നടത്തുകയും പങ്കെടുക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. ആ രീതിയിൽ കണ്ടെത്തി ഞാൻ ഗവേഷണം നടത്തുകയും ജോലി ചെയ്യുകയും അതിൻ്റെ കൂടെ ആത്മീയ പ്രവർത്തനങ്ങൾ 3 കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഇടയായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ. ആ സമയത്താണ് ഞാൻ PhD 90-ലാണ് PhD എടുത്തത്. POIP-യുടെ ജനറൽ സെക്രട്ടറി